നമസ്കാരം. എല്ലാം സംഭവിക്കുന്നത് ഒരു ജൂൺ മാസത്തിലാണ്. 2021 ജൂണിലെ ആദ്യത്തെ ആഴ്ചയിൽ ആരതി റാവത്തിനോട് അവരുടെ മൂത്ത മകൾ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അമ്മ, എനിക്കൊരു പട്ടിയെ വേണം. മകളുടെ ആവശ്യം കേട്ടപ്പോൾ ആരതി മകളോട് പറഞ്ഞു, ഏയ്, ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന നമ്മളെങ്ങനെയാ ഒരു പട്ടിയെ വളർത്തുക? ആരതി റാവത്തും അവരുടെ 2 പെൺകുട്ടികളും താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിന്റെ 4ാമത്തെ നിലയിലാണ്. സ്വാഭാവികമായിട്ടും അവിടെ അവർ താമസിക്കുമ്പോൾ പട്ടിയുടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ പട്ടിയെ 2-3 തവണയെങ്കിലും താഴെ കൊണ്ടുവരേണ്ടി വരും. ആ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് ആരതി മകളോട് പട്ടിയെ വളർത്തണ്ട എന്ന് സൂചിപ്പിക്കുന്നത്. അങ്ങനെ മകളോട് പറഞ്ഞെങ്കിലും അന്ന് തന്നെ ആരതി അവൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വളർത്താൻ പറ്റുന്ന പട്ടി ഏത് ശൈലിയിലുള്ളതാണെന്ന് അറിയാനുള്ള ഒരു മെസ്സേജ് ഇട്ടു. അനവധി ഗ്രൂപ്പുകൾ അംഗമാണ് ആരതി. ആരതിയുടെ ഹസ്ബൻഡ് ഒരു ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്നു. 1 മാസം മുമ്പ് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ആരതിയും കുടുംബവും മടങ്ങി വരുമ്പോൾ ഉണ്ടായ ആക്സിഡന്റിൽ അവളുടെ ഹസ്ബൻഡ് കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആരതിയും അവളുടെ 2 പെൺമക്കളും ഏതാണ്ട് ഒറ്റപ്പെട്ടതുപോലെയാണ് താമസിക്കുന്നത്. ശരിക്കും ഗ്ലൂമിയാണ് ആ പിള്ളേർ. കോവിഡ് കാലഘട്ടമായതുകൊണ്ട് സ്കൂളുകളിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ക്ലാസ് ഉള്ളത്. ശരിക്കും ഗ്ലൂമിയായി വീട്ടിലിരിക്കുന്ന ആ 2 പെൺകുട്ടികൾക്കും കൂട്ടായിട്ട് ഒരു പട്ടിക്കുട്ടി ഉള്ളത് നല്ലതാണെന്നൊരു തോന്നലുണ്ടായത് കൊണ്ടുകൂടിയാണ് ആരതി അവർ അംഗമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പട്ടിക്കുട്ടിയെ കുറിച്ച് തിരക്കി തുടങ്ങിയത്. അങ്ങനെ തിരക്കി വരുമ്പോഴാണ് അവളുടെ ചേച്ചി അവളോട് പറഞ്ഞത്, ആരതി, നീ ഈ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കളിക്കുന്നതിന് പകരം ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യും, അവിടെ നിന്ന് നിനക്ക് ആവശ്യമുള്ള വിവരം കിട്ടും. ചേച്ചി പറഞ്ഞപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ടെന്ന് ആരതിക്ക് തോന്നി. അതിന്റെ കാരണം അവളുടെ ചേച്ചി ഒരു പട്ടിയെ വളർത്തുന്നതാണ്. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പേ അവളുടെ ചേച്ചി ഓൺലൈനായിട്ട് ഒരു പട്ടിയെ വാങ്ങിക്കുകയും വളർത്തു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ വീടെന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിനുള്ള ഒറ്റ വീടാണ്. അതുകൊണ്ട് പട്ടി വളർത്താൻ എളുപ്പമാണ്. എന്തായാലും ചേച്ചി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ആരതി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു. വളർത്തു നായ്ക്കളെ വിൽക്കുന്ന കടകളുടെ ലിസ്റ്റാണ് അവിടെ നിന്ന് സെർച്ച് ചെയ്തത്. ഒരുപാട് കടകൾ, ഒരുപാട് ഏജൻസികൾ ഒക്കെ സ്വാഭാവികമായിട്ടും ഗൂഗിളിലെ ആ സെർച്ചിൽ കടന്നു വന്നു. ആരതി ആ ലിസ്റ്റിലുള്ള സ്ഥാപനങ്ങളുടെ ലിങ്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തു. വളരെ മനോഹരങ്ങളായ ചിത്രങ്ങളാണ് പല സ്ഥാപനങ്ങളും നൽകിയിരിക്കുന്നത്. ആ ചിത്രങ്ങളിലൂടെ ഒന്ന് കടന്നുപോയ ആരതിക്ക് ഒരു ചിത്രം കണ്ടപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഒരു സുന്ദരം പപ്പി. ആ പട്ടിയുടെ ഫോട്ടോ കണ്ടതും ആരതി മകളെ വിളിച്ച് ഒന്ന് കാണിച്ചു. 2 പെൺകുട്ടികൾക്കും ആ പട്ടിക്കുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അമ്മ, ഇത് മതി, അമ്മ, ഇത് മതി. 2 പേരും ഒരേപോലെ പറയുകയാണ്. അന്ന് കുട്ടികൾ 2 പേരും സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ആരതി ആ പട്ടിക്കുട്ടിയുടെ ഫോട്ടോയുള്ള സൈറ്റിൽ വേറെ വിവരങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി. മനോഹരങ്ങളായ അനവധി ചിത്രങ്ങൾ ആ പട്ടിയുമായി ബന്ധിപ്പിച്ച് ആ പേജിൽ വേറെ കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്ന് പോകുന്ന അത്രയും സൗന്ദര്യമുള്ള ആ പട്ടിക്കുട്ടിയെ കണ്ടപ്പോൾ ആരതിക്കും ഒരു ഇഷ്ടം തോന്നി. ആരതി കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടോ നോക്കുമ്പോഴാണ് ഒരു വാട്സപ്പ് നമ്പർ ആരതി ശ്രദ്ധയപ്പെടുന്നത്. വാട്സപ്പ് നമ്പർ കണ്ടപ്പോൾ ആരതിക്ക് ഭയങ്കര സന്തോഷമായി. ആരതി എപ്പോഴും ഇഷ്ടപ്പെടുന്നത് വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. അതിനൊരു കാരണമുണ്ട്. വാട്സപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചാറ്റ് റെക്കോർഡ് ഒരു തെളിവായി സൂക്ഷിക്കാൻ പറ്റും. ആരതി ആ വാട്സപ്പ് നമ്പറിൽ അവളുടെ റിക്വയർമെന്റ് ടൈപ്പ് ചെയ്തു. ആ മെസ്സേജ് അവൾ സെൻഡ് ചെയ്ത് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും അതിന് മറുപടി വന്നു. മറുപടി അയച്ചിരിക്കുന്ന ആള് സ്വയം പരിചയപ്പെടുത്തി. ഹലോ മിസ് ആരതി, എന്റെ പേര് ശ്വേത എന്നാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആ ചോദ്യത്തോടുകൂടി ചാറ്റ് ആരംഭിക്കുകയാണ്. ആരതിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ശ്വേത ഉടനെ മറുപടി കൊടുക്കുകയാണ്. അല്പസമയം കൊണ്ട് തന്നെ സേതയോട് ഒരു താല്പര്യം ആരതിക്ക് സ്വാഭാവികമായി ഉണ്ടായി. സേതയോടായി ആരതി ചോദിച്ചു, ശ്വേത, എനിക്ക് ഈ പട്ടിയുടെ വേറെ ഏതെങ്കിലും ചിത്രങ്ങൾ കിട്ടാൻ വകുപ്പുണ്ടോ? അങ്ങനെ ആരതി ചോദിച്ചതും ശ്വേത ഒരു കുഞ്ഞു വീഡിയോ ആണ് ആരതിക്ക് അയച്ചു കൊടുത്തത്. ആ പട്ടി ഓടിച്ചാടി നടക്കുന്ന വീഡിയോ ആരതിക്ക് കിട്ടി. ആരതിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായി. നല്ല ചുറുചുറുക്കുള്ള ഒരു അടിപൊളി പട്ടി. ആ പട്ടിക്ക് എന്താണ് വിലയെന്ന് ചോദിച്ചതും ശ്വേത പറഞ്ഞു, ആരതി, ഇതിന്റെ വില 15,000 രൂപയാണ്. ആരതി ഉടൻ തന്നെ മറ്റ് സൈറ്റുകളിലൊക്കെ ഒന്ന് നോക്കി. ശരിയാണ്, 15,000 രൂപ മിക്കവാറും ആ പട്ടിക്ക് വിലയുണ്ട്. ആരതി കൂടുതൽ വിലപേശലൊന്നും നിൽക്കാതെ ശ്വേത പറഞ്ഞ വില സമ്മതിച്ചു. ആരതിക്ക് ആ പട്ടിക്കുട്ടി ഇഷ്ടപ്പെട്ടുവെന്നും വിലയായ 15,000 രൂപ കൊടുക്കാൻ അവൾ തയ്യാറാണെന്നും ശ്വേത അറിയിച്ചതും ശ്വേത ആരതിയോട് പറഞ്ഞു, ആരതി, ഇപ്പോ മുഴുവൻ കാശും തരണ്ട, അഡ്വാൻസ് ആയിട്ട് 5,000 രൂപ മാത്രം അയച്ചാൽ മതി. ഈ വാട്സപ്പിൽ ഞാനൊരു നമ്പർ അയക്കാം, അതിലേക്കാണ് അയക്കേണ്ടത്. ആരതി അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു
ബാങ്ക് അക്കൗണ്ട് നമ്പർ വാട്സപ്പ് മെസ്സേജ് ആയി വന്നു. SBIയിലുള്ള ഒരു അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ ഉള്ളത്. ആരതി ഉടൻ തന്നെ 5000 രൂപ ആ അക്കൗണ്ടിലേക്ക് അയച്ചു. ഇന്ത്യയിൽ പട്ടികളെ വളർത്തണമെങ്കിൽ അതാത് ജില്ലകളിലെ വളർത്തുമൃഗങ്ങളെ രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അതിനുവേണ്ടിയാണ് ആ 5000 രൂപ കളക്ട് ചെയ്യുന്നതെന്നുമാണ് ശ്വേത ആരതിയോട് പറഞ്ഞത്. ആ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നത് മുംബൈയിലാണെന്നും അത് കംപ്ലീറ്റ് ചെയ്താലുടൻ ആ പട്ടിക്കുട്ടിയെ ആരതിക്ക് അയച്ചു കൊടുക്കും. ആരതിയുടെ അടുത്ത് പട്ടി എത്തുമ്പോൾ ബാക്കി തുക ആരതി അവിടെ ക്യാഷ് ഇൻ ഹാൻഡായി കൊടുക്കണം. ശ്വേത പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ആരതിക്ക് സന്തോഷമായി. അന്ന് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ശരിക്കും വലിയൊരു ചിത്രം തന്നെ പ്രിന്റ് ചെയ്തെടുത്ത ആരതി ആ ചിത്രം കുട്ടികളെ കാണിച്ചു. ആ വലിയ ചിത്രം ആരതി അവരുടെ പെൺമക്കളുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് എപ്പോഴും ആ പട്ടിക്കുട്ടിയെ കാണാനുള്ള ഒരു സൗകര്യം അങ്ങനെ ആരതി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ചിത്രങ്ങൾ കണ്ടതോടുകൂടി കുട്ടികളും ആകെ ത്രില്ലടിച്ചു. അവരുടെ അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ വേദന അവർക്ക് ശരിക്കും ഉണ്ട്. പക്ഷേ പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് ആ സുന്ദരനായ പട്ടിക്കുട്ടി കടന്നു വരുന്ന കണ്ടപ്പോൾ അവർക്കൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാവുകയാണ്. ഗ്ലൂമി ആയ ആ പെൺകുട്ടികൾ പതുക്കെ ഒന്ന് മാറുന്ന കണ്ടപ്പോൾ ആരതിക്കും ഒരു സന്തോഷം. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ആരതി ശ്വേതയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. ശ്വേത താങ്ക് യു. ഉടൻ തന്നെ ശ്വേതയുടെ മറുപടി വന്നു, ആരതി ഗുഡ് നൈറ്റ്. ഒരു സൗഹൃദം ശ്വേതയും ആരതി തമ്മിൽ പതുക്കെ ഡെവലപ്പ് ആവുകയാണ്. പിറ്റേന്ന് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഏതാനും മിനിറ്റിൽ കഴിഞ്ഞ് കാണേ ഉള്ളൂ. അപ്പോ ആരതിക്ക് ഒരു മെസ്സേജ് വന്നു. ശ്വേതയുടെയാണ് മെസ്സേജ്. ആരതി, നിങ്ങളുടെ പട്ടി ഇവിടുന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് അയക്കാൻ പോവുകയാണ്. അതുമായി ബന്ധിപ്പിച്ച് ഒരു ഇൻഷുറൻസ് ഫോർമാലിറ്റി ഉണ്ട്. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വളർത്ത് നായ്ക്കളെയും വളർത്തു മൃഗങ്ങളെയൊക്കെ അയക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇൻഷുറൻസ് തുക അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണം. അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ആരതി ശ്വേതയോട് ചാറ്റ് ചെയ്ത് ചോദിച്ചു, അല്ല ശ്വേത, ഞാൻ എത്ര രൂപയാണ് ഇൻഷുറൻസ് അടയ്ക്കേണ്ടത്? ഉടൻ മറുപടി വന്നു, ആരതി 53,000 രൂപയാണ് ഇൻഷുറൻസ് അടയ്ക്കേണ്ടത്. 53,000 രൂപ ഇൻഷുറൻസ് അടയ്ക്കണമെന്ന് കേട്ടപ്പോൾ ആരതിക്ക് ഒരു കൺഫ്യൂഷൻ. ആരതി ശ്വേതയോട് ചോദിച്ചു, ശ്വേത, 53,000 രൂപയോ ഇൻഷുറൻസ് അടയ്ക്കേണ്ടത്? ഹേയ് ആരതി, ഭയപ്പെടേണ്ട കാര്യമില്ല. പട്ടിയെ നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ആ ഇൻഷുറൻസ് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഗവൺമെന്റിന്റെ നിബന്ധന പ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ശ്വേത പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാതെ ആരതി 53,000 രൂപയും ശ്വേതയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു. 53,000 രൂപ ഇൻഷുറൻസ് തുക അടച്ചു കഴിഞ്ഞോടുകൂടി ആരതി ശരിക്കും സന്തോഷത്തിലാണ്. ഇതാ തന്റെ മകൾ ആഗ്രഹിച്ച ആ പട്ടിക്കുട്ടി അവളുടെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. കുട്ടികളുടെ സന്തോഷമാണ് ആരതിക്ക് ഏറ്റവും വലുത്. വൈകുന്നേരം കുട്ടികൾ മടങ്ങി വന്നപ്പോൾ സന്തോഷത്തോടെ ആരതി അവരുടെ മക്കളോട് പറയുകയും ചെയ്തു, ആ പട്ടിക്കുട്ടി വരാൻ പോവുകയാണ് കേട്ടോ. അത് കേട്ടതും കുട്ടികൾക്കും ശരിക്കും സന്തോഷമായി. കുട്ടികളും ആരതിയും സന്തോഷത്തോടെ അങ്ങനെ കാത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് 2 ദിവസം കടന്നുപോയത്. 2 ദിവസമായിട്ടും പട്ടിക്കുട്ടി വരുന്ന ലക്ഷണമൊന്നും കാണാതെ വന്നതും ആരതി വീണ്ടും ശ്വേതയുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു. ഉടൻ തന്നെ ശ്വേതയുടെ മറുപടി വന്നു, ആരതി, ധൃതി പിടിക്കാതെ ഉടൻ തന്നെ പട്ടിക്കുട്ടി എത്തും. അങ്ങനെ പറഞ്ഞ ശ്വേത അടുത്ത നിമിഷം ഒരു മെസ്സേജ് കൂടി ആരതിക്ക് അയച്ചു. ആരതി, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, നിങ്ങൾ അയച്ച പണം ബാങ്കിൽ നിന്ന് ഗവൺമെന്റിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. ഒരു കാര്യം ചെയ്യുമോ ആരതി, ഞാൻ മറ്റൊരു അക്കൗണ്ട് തരാം, അതിലേക്ക് ആ 53,000 രൂപ ഒരിക്കൽ കൂടി അടയ്ക്കും. നിങ്ങൾ ആദ്യം അടച്ച 53,000 രൂപയും ഇപ്പോൾ അടയ്ക്കുന്ന 53,000 രൂപയും നിങ്ങളുടെ പട്ടിക്കുട്ടി ഡെലിവേർഡ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആയിക്കോളും. അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തിട്ട് ശ്വേത കാനറ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് നമ്പർ ആരതിക്ക് അയച്ചു കൊടുത്തു. ആരതിക്ക് ഒരു നിമിഷം കൺഫ്യൂഷൻ തോന്നിയെങ്കിലും ആരതി കൂടുതലൊന്നും ആലോചിക്കാതെ അതേ 53,000 രൂപ കാനറ ബാങ്കിലെ പുതിയ അക്കൗണ്ടിലേക്കും അയച്ചു. ദിവസം 2 കൂടി കഴിഞ്ഞിട്ടും പട്ടിക്കുട്ടിയെ വരാതായപ്പോൾ ആരതി വീണ്ടും ശ്വേതയെ കോണ്ടാക്ട് ചെയ്തു. ആരതി കോണ്ടാക്ട് ചെയ്യുന്ന അതേ നിമിഷം തന്നെ ശ്വേത തിരിച്ചു കോണ്ടാക്ട് ചെയ്യും. ശ്വേത ആരതിയുടെ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായി മറുപടി പറയുന്നുണ്ട്. ആരതി, ഞാൻ ഒന്ന് തിരക്കട്ടെ. സാധാരണഗതിയിൽ പട്ടി ഇപ്പോ പാക്ഡ് ആവേണ്ടതാണ്, എന്താ സംഭവിച്ചെന്ന് ഞാൻ തിരക്കാം. അങ്ങനെ ശ്വേത പറഞ്ഞപ്പോൾ ആരതിക്കൊരു സന്തോഷമായി. അത് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശ്വേതയുടെ മെസ്സേജ് വന്നു. ആരതി, ഇപ്പോ എയർപോർട്ടിൽ ഒരു പ്രശ്നമുണ്ട്. കോവിഡ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പട്ടിയെ അങ്ങനെ ഫ്ലൈറ്റിലൂടെ അയക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. എയർപോർട്ടിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പണം ഡെപ്പോസിറ്റ് ചെയ്താലേ
അവർ പട്ടിയെ കൊണ്ടുപോകാൻ അനുവദിക്കുള്ളൂ. ആരതി ഒരു കാര്യം ചെയ്യാവോ? ഒരു 1,63,000 രൂപ കൂടി ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എയർപോർട്ടിലെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. പട്ടിയെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ ആ പണം ഓട്ടോമാറ്റിക്കായിട്ട് ആരതിയുടെ അക്കൗണ്ടിലേക്ക് വന്നോളൂ. ഒറ്റയടിക്ക് 1,63,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആരതി ഒന്ന് അമ്പരുന്നു. പക്ഷേ ആരതിയോട് ചാറ്റ് ചെയ്ത ശ്വേത ആരതിയെ അവസാനം കൺവിൻസ് ചെയ്യിപ്പിച്ചു. മകളുടെ സന്തോഷമാണ് ആരതിക്ക് സർവപ്രധാനം. അവളുടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ അവൾക്ക് ലഭിച്ച ഇൻഷുറൻസ് തുകയും ഹസ്ബൻഡിന്റെ PF എമൗണ്ടും പെൻഷൻ കമ്മ്യൂണിറ്റേഷൻ എമൗണ്ട് ഉൾപ്പെടെ എല്ലാം അവളുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കുകയാണ്. സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന അവളുടെ ഹസ്ബൻഡ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതുകൊണ്ട് സൈനിക ഓഫീസിൽ നിന്നൊക്കെ കാര്യങ്ങൾ അതിവേഗം ചെയ്തു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് തുക ഇപ്പോ ആരതി റാവത്തിന്റെ അക്കൗണ്ടിലുണ്ട്. ആരതി റാവത്ത് കൂടുതലൊന്നും ആലോചിക്കാതെ ശ്വേതയ്ക്ക് അവസാനം അവൾ പറഞ്ഞ അക്കൗണ്ടിലേക്ക് 1,63,000 രൂപയും ട്രാൻസ്ഫർ ചെയ്തു. ആ അക്കൗണ്ട് നേരത്തെ പറഞ്ഞ 2 അക്കൗണ്ടും അല്ല, ഒരു പുതിയ അക്കൗണ്ടാണ്. ഉജ്വൽ എന്ന് പറയുന്ന ഒരു ബാങ്കിലേക്കാണ് അവൾ അയച്ചത്. പിന്നെയും 2 ദിവസം കൂടി കടന്നുപോയി. പട്ടിക്കുട്ടി മാത്രം വരുന്നില്ല. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആരതി ശ്വേത പറയുന്ന അനുസരിച്ച് പണം വിവിധ ബാങ്കുകളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആരതി അഡ്വാൻസായി അടച്ചിരിക്കുന്ന ആ പണമൊക്കെ ആരതിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ പട്ടിക്കുട്ടി ഡെലിവറി ചെയ്യപ്പെടണം. പട്ടിക്കുട്ടി ഡെലിവറി ചെയ്താൽ മാത്രമേ അക്കൗണ്ടുകൾ ടാലി ആകത്തുള്ളൂ. അങ്ങനെയാണ് ശ്വേത ആരതിയെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൽ ആരതി ശ്വേത പറയുന്ന അനുസരിച്ച് പണം അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്നാണ് ജൂൺ എന്ന മാസം ഏതാണ്ട് തീർന്നത്. ജൂലൈ 5 ആരതിയുടെ മൂത്ത മകളുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേയുടെ അന്ന് രാവിലെ എന്തായാലും ആ പട്ടിക്കുട്ടി വീട്ടിലെത്തിയിരിക്കുമെന്ന് ശ്വേത ഉറപ്പിച്ചു പറഞ്ഞു. ശ്വേത പറഞ്ഞ കാര്യത്തിൽ ഇപ്പോ ഒരു കൺഫ്യൂഷൻ തോന്നിയതുകൊണ്ട് വേറെ ആരോടെങ്കിലും സംസാരിക്കണമെന്ന് ആരതി ആവശ്യപ്പെടുന്ന ഈ നിമിഷത്തിലാണ്. ആരതിയുടെ ആവശ്യം കേട്ടതും ശ്വേത അവളുടെ മാനേജർക്ക് ഫോൺ ട്രാൻസ്ഫർ ചെയ്തു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും നല്ല മുഴക്കമുള്ള ഒരു ശബ്ദം ഫോണിലൂടെ ആരതി കേട്ടു. ആരതി അവളുടെ ആവലാതിയൊക്കെ ആ മാനേജറോട് പറഞ്ഞു. ആരതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതും മറുഭാഗത്തുള്ള ആള് ആരതിയോട് പറഞ്ഞു, മിസ് ആരതി, എൻ്റെ പേര് ദത്ത് എന്നാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാം. മിസ്സസ് ആരതി റാവത്ത്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഞങ്ങള് ഇതുപോലെ ഒരുപാട് വളർത്തുമൃഗങ്ങളെ പാക്ക് ചെയ്ത് അയക്കുന്ന സ്ഥാപനമാണ്. നിങ്ങൾക്ക് ഉണ്ടായതുപോലുള്ള പ്രശ്നം മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ബേസ് കോവിഡാണ്. കോവിഡ് ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വളർത്തുനായ്ക്കളെ അയക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇൻഷുറൻസ് തുക അടച്ചാലേ അവർ വളർത്തുനായ്ക്കളുടെ മൂവ്മെന്റ് അനുവദിക്കത്തുള്ളൂ. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ശ്വേത പറഞ്ഞതനുസരിച്ച് ജൂലൈ 5 തന്നെ നിങ്ങളുടെ വീട്ടിൽ ആ പട്ടി ഡെലിവറി ചെയ്യപ്പെടും. വളരെ ഉറച്ച ശബ്ദത്തിൽ ആ മനുഷ്യൻ കാര്യങ്ങൾ പറഞ്ഞു. ആരതിക്ക് ശരിക്കും സന്തോഷമായി. മാനേജർ ഇതാ വാക്ക് തന്നിരിക്കുകയാണ്. ജൂലൈ 5 ആരതിയുടെ 2 പെൺകുട്ടികളും ശരിക്കും സന്തോഷത്തിലൂടെയാണ് ചാടി എണീക്കുന്നത്. അതിരാവിലെ അവരുടെ അമ്മ അവർക്ക് ആ പട്ടിക്കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് അവർക്ക് നല്ല ഉറപ്പാണ്. മൂത്ത പെൺകുട്ടി ഓടി അടുക്കളയിലേക്ക് വന്നു. അമ്മ എവിടെയാത്? മോളെ അത് ഇതുവരെ എത്തിയില്ല. അമ്മ തമാശ പറയാതെ, എനിക്കറിയാം അമ്മ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് കേട്ടതും ആരതി മകളോട് പറഞ്ഞു, മോളെ നീ സ്കൂളിലേക്ക് പോയിക്കോ, നീ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആ പട്ടിക്കുട്ടി നിനക്ക് തരാം. അങ്ങനെ മക്കളെ 2 പേരെയും പറഞ്ഞ് പഠിപ്പിച്ച ആരതി പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടു. ആരതി കുട്ടികൾ സ്കൂളിലേക്ക് പോയതും ശ്വേതയെ കോണ്ടാക്ട് ചെയ്തു. ശ്വേതയെ കോണ്ടാക്ട് ചെയ്തതും ശ്വേത ആരതിയോട് പറഞ്ഞു, ആരതി സോറി, ഇന്ന് ഒരു കാരണവശാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കത്തില്ല. നടക്കണമെങ്കിൽ നമ്മൾ 1,70,000 രൂപ കൂടി വീണ്ടും അടയ്ക്കേണ്ടി വരും. ആരതി 1,70 ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പേഴ്സണലായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് നായെ നിങ്ങൾക്ക് എത്തിക്കാം. ശരിക്കും ശ്വേത അത് പറഞ്ഞപ്പോൾ അതുവരെ തോന്നാതിരുന്ന ഒരു സംശയം ആരതിക്ക് ആദ്യമായി തോന്നുകയാണ്. ആരതി ശ്വേതയുടെ ആ ചാറ്റ് മെസ്സേജിലേക്ക് നോക്കിയിട്ട് സോഫയിൽ അങ്ങനെ ചാരി ഇരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ സംശയം തോന്നിയ ആരതി അതുവരെ ചെയ്യാതിരുന്ന ഒരു കാര്യം ചെയ്തു. അവൾ ശ്വേത പറഞ്ഞതനുസരിച്ച് ശ്വേത പറഞ്ഞ അക്കൗണ്ടുകളിലേക്ക് അയച്ച പണം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ്. 20 പ്രാവശ്യമായിട്ട് 6 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരതി അയച്ചിരിക്കുന്ന പണം 63,66,000 രൂപയാണ്. 15,000 രൂപ വില പറഞ്ഞ പട്ടിക്ക് വേണ്ടി ആരതി അയച്ചത് 63.66 lakhs ആണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ ആരതി അറിയാതെ
ആ കസരിന്ന് ചാടി എണീറ്റ് പോവുകയാണ്. ചാടി എണീറ്റ ആരതി ആകെ ടെൻഷനിലാണ്. ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ മൂത്ത മകളുടെ ക്ലാസ് കഴിയും. ആരതി വളരെ ടെൻഷനോടുകൂടി വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഏകദേശം ഉച്ചയാകാറായതും ആരതി സ്കൂളിലേക്ക് ചെന്ന് മകളെ വിളിച്ചു. അമ്മയെ കണ്ടതും മകൾ ആദ്യം ചോദിച്ചത് ആ പട്ടിക്കുട്ടിയെ കുറിച്ചാണ്. പട്ടിക്കുട്ടിയെക്കുറിച്ച് മകൾ ചോദിച്ചതും അമ്മ അവളോട് പറഞ്ഞു, ഏയ് സാക്ഷ, ഒരു വിഷയമുണ്ട്, നീ എന്നോടൊപ്പം വാ. അങ്ങനെ പറഞ്ഞിട്ട് ആരതി സാക്ഷ എന്ന മകളുമായി തൊട്ട് സമീപത്തുള്ള സ്റ്റേഷനിലേക്ക് ചെന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയ ആരതി അവിടെയുള്ള സബ് ഇൻസ്പെക്ടറോട് കാര്യം പറഞ്ഞു. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ദേവേന്ദ്ര നഭിയാലാണ്. ദേവേന്ദ്ര നഭിയാൽ ആരതി പറഞ്ഞ കഥ മുഴുവൻ കേട്ടു. ആരതി നഭിയാനോട് സംസാരിക്കുമ്പോൾ ശരിക്കും പൊട്ടിക്കരയുകയാണ്. ആരതി കരയുന്ന കണ്ടപ്പോൾ മകൾ സാക്ഷി കരഞ്ഞു തുടങ്ങി. അമ്മയുടെയും മകളുടെയും കരച്ചിൽ കേട്ടതും അവരെ ആശ്വസിപ്പിച്ച നഭിയാൻ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വാട്സാപ്പ് മെസ്സേജിന് പുറമെ ശ്വേത പലപ്പോഴും ആരതിയുമായി മെയിൽ വഴിയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ശ്വേത വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ ഒഫീഷ്യൽ മെയിലാണ് ആരതിക്ക് വരുന്നത്. ആ മെയിലൊക്കെ ആരതി നഭിയാലിനെ കാണിച്ചു. വളരെ മനോഹരമായ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന മെയിലുകളാണ് ആരതിക്ക് വന്നിരിക്കുന്നത്. ചാറ്റ് ചെയ്തിരിക്കുന്ന ശ്വേതയ്ക്കും മെയിൽ അയച്ചിരിക്കുന്ന വ്യക്തിക്കും ഇംഗ്ലീഷ് നന്നായി അറിയാം. ആ കാര്യം ആ മെയിലും ചാറ്റും കണ്ടപ്പോൾ നഭിയാലിന് ഉറപ്പായി. നഭിയാൽ ആ കേസിലെ വിവരങ്ങൾ ആ നിമിഷം തന്നെ ഹയർ അതോറിറ്റികളെ അറിയിച്ചു. 63 ലക്ഷം രൂപയുടെ സൈബർ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വിവരം DGP വരെ അറിഞ്ഞു. തട്ടിപ്പിന് വിധേയമായിരിക്കുന്നത് മുൻ ആർമി ഉദ്യോഗസ്ഥന്റെ ഫാമിലിയാണ്. ഡെറാഡൂണിനെ ഞെട്ടിച്ച ഒരു കാർ ആക്സിഡന്റിലാണ് ആ ഡെപ്യൂട്ടി കമാൻഡർ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സകലർക്കും ആ കുടുംബത്തെ അറിയാം. പെട്ടെന്നാണ് ഒരു സൈബർ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. ആ സൈബർ ടീമിന്റെ ഓഫീസിലേക്ക് ആരതി ചെന്നപ്പോൾ ആരതി തന്നെ ഞെട്ടിപ്പോയെന്ന് പറയാം. സാധാരണഗതിയിലുള്ള പോലീസ് സ്റ്റേഷൻ ഒന്നും അല്ല ഡെറാഡൂണിൽ കാണുന്ന സൈബർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആധുനിക ഓഫീസാണ്. ശരിക്കും ഒരു IT ഓഫീസിനകത്തേക്ക് കയറിയ ഒരു പ്രതീതിയാണ് ആ ഓഫീസിലേക്ക് കയറുമ്പോൾ ആരതിക്കുള്ളത്. ക്രൈം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 മാസമായിരിക്കുകയാണ്. ഈ 1 മാസത്തിനിടയിൽ അനവധി തവണയായി ആരതി പണം കൈമാറിയിട്ടുണ്ട്. ആ പണത്തിന്റെ ട്രാൻസ്ഫറാണ് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് വാട്സപ്പ് ചാറ്റ് നടത്തുന്ന വ്യക്തിയെ കണ്ടുപിടിക്കണം. മൂന്നാമത്തത് ആരതി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച ആ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കളക്ട് ചെയ്യണം. നാലാമത് ആരതിക്ക് വന്നിരിക്കുന്ന ആ മെയില് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടതെന്ന് കണ്ടുപിടിക്കണം. വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ് ആ സൈബർ ടീമിന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. നഭിയാലിൻ ടീമും അതിന്റെ പുറകിലേക്ക് ഇറങ്ങി. ആ കേസിനകത്തേക്ക് ആഴ്ന്നിറങ്ങിയ സൈബർ സംഘം അനവധി ടീമുകളായി തിരിഞ്ഞു. ഒരു ടീമിന്റെ ജോലി 6 ബാങ്കിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. 6 ബാങ്കിലേക്കാണ് ആരതി പണം അയച്ചിരിക്കുന്നത്. ആ 6 ബാങ്ക് അക്കൗണ്ടുകളുടെയും ഉടമകളെ കണ്ടുപിടിച്ചാൽ ആരതിയുടെ പണം തിരിച്ചു പിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ബാങ്കുകളിലേക്ക് ഒരു ടീം ചെന്നത്. 6 ബാങ്കും അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിച്ചു. അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കിൽ കസ്റ്റമർ കൊടുത്തിരിക്കുന്ന KYC ഫോമിന്റെ കോപ്പിയും ബാങ്കിന്റെ ആപ്ലിക്കേഷനിൽ കസ്റ്റമർ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന രേഖകളും ഒക്കെ ബാങ്ക് ഉദ്യോഗസ്ഥർ കോപ്പി എടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്തു. ആ KYC രേഖകളുടെ ഭാഗമായിട്ട് ID കാർഡുകളുടെ കോപ്പിയുണ്ട്, അഡ്രസ് ഉണ്ട്, എല്ലാ സംഭവമുണ്ട്. പോലീസിന്റെ അന്വേഷണം ആ ID കാർഡുകളും അഡ്രസ്സും കണക്ട് ചെയ്തായി. പോലീസിന്റെ അന്വേഷണം എത്തി നിന്നത് ഒഡീസയിലും പശ്ചിമ ബംഗാളിലുമാണ്. അന്വേഷിച്ച് അവർ ആ അഡ്രസ്സിൽ എത്തുമ്പോൾ ശരിക്കും പോലീസ് ഞെട്ടിയെന്ന് തന്നെ പറയാം. ആ അഡ്രസ്സിൽ കാണുന്ന ആളുകൾ ജീവിച്ചിരിപ്പുള്ള ആളുകളെ അല്ല, മരിച്ചുപോയ ആളുകളുടെ ID കാർഡിന്റെ കോപ്പി ഉപയോഗിച്ചാണ് ഈ 6 ബാങ്കുകളിലും അക്കൗണ്ടുകൾ എടുത്തിരിക്കുന്നത്. അക്കൗണ്ട് എടുക്കാനായി കൊടുത്തിരിക്കുന്ന ടെലിഫോൺ നമ്പറും ആ മരിച്ചുപോയ വ്യക്തികളുടേതാണ്. 6 അക്കൗണ്ടും 6 മരിച്ച വ്യക്തികളുടെ ആണെന്ന് അർത്ഥം. മരിച്ചുപോയ ആളുകളുടെ പേരിൽ അക്കൗണ്ട് എങ്ങനെ തുടങ്ങും? പോലീസിനെ കുഴയ്ക്കുന്ന ചോദ്യം അതാണ്. പോലീസിന്റെ അന്വേഷണം വീണ്ടും ബാങ്കിലെത്തി. പോലീസിനെ അമ്പരപ്പിച്ച ഒരു മറുപടിയാണ് തുടർന്ന് ബാങ്കിൽ നിന്ന് കിട്ടിയത്. അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ആ 6 പേരും ജീവനോട് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള റെക്കോർഡ് ബാങ്കിന്റെ കൈവശമുണ്ട്. ആ അക്കൗണ്ട് ഹോൾഡേഴ്സ് ബാങ്കിൽ വന്ന് തന്നെയാണ് അക്കൗണ്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് അവർ മരണപ്പെട്ടിരിക്കുന്നത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ബാങ്കിൽ നിന്ന് ഇപ്പൊ പോലീസ് കളക്ട് ചെയ്തത്. KYC റെക്കോർഡ് വഴി തട്ടിപ്പുകാരിലേക്ക് എത്താനുള്ള പോലീസിന്റെ അന്വേഷണം അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ പോലീസിന്റെ മറ്റേ ടീം ആ ബാങ്കിൽ നിന്ന് പോയ പണത്തിന്റെ പുറകിലാണ്. ബാങ്കിൽ നിന്ന് ആ പണം
ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ വാലറ്റുകളിലേക്കാണ്. ഈ വാലറ്റുകളെ ബന്ധിപ്പിച്ച് പോലീസിന്റെ അന്വേഷണം പതുക്കെ മറ്റു വാലറ്റുകളിലേക്കും വാലറ്റുകളിൽ നിന്ന് ATMകളിലേക്കൊക്കെ ചെല്ലുകയാണ്. ആരതിയുടെ അക്കൗണ്ടിൽ നിന്ന് ചെന്ന പണം അനവധി കൈകൾ മറിഞ്ഞ് അവസാനം ATM വഴി പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. പണം പിൻവലിക്കപ്പെട്ട അക്കൗണ്ട് പോലീസ് കണ്ടെത്തി. അതിന്റെ അക്കൗണ്ട് ഉടമയുടെ വീട്ടിൽ പോലീസ് എത്തി. ഭാഗ്യം, അയാള് ജീവനോടെ ഉണ്ട്. പോലീസിനെ കണ്ടപ്പോൾ അക്കൗണ്ട് ഉടമ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. പക്ഷേ അയാൾക്ക് ആ അക്കൗണ്ടുമായി ഒരു വിവരവുമില്ല. അയാള് അങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ള കാര്യം പോലും അറിഞ്ഞിട്ടില്ല. അയാളെയും കൊണ്ട് പോലീസ് ശരിക്കും ബാങ്കിലെത്തുമ്പോൾ ബാങ്കും ഞെട്ടി. അയാളാണ് അക്കൗണ്ട് ഹോൾഡർ എന്നുള്ള കാര്യം ബാങ്ക് അറിയുന്നത് അപ്പോഴാണ്. അയാളുടെ ഡോക്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് മറ്റാരോ അക്കൗണ്ട് തുടങ്ങിയതാണ്. വളരെ വിദഗ്ധമായി വ്യാജ പേരിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമെന്ന് ബാങ്കും അറിയുന്നത് ഏതാണ്ട് അപ്പോഴാണ്. പോലീസിന്റെ അന്വേഷണം പിന്നെയും ഇടിച്ചു നിൽക്കുകയാണ്. മൂന്നാമത്തെ ടീം വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. ജസ്റ്റ് ഡയലിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഡയൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥാപനങ്ങളുടെ ഒരു ഡയറക്ടറിയാണ്. ജസ്റ്റ് ഡയലിലാണ് ഈ സ്ഥാപനം ലിങ്ക് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിന്റെ അന്വേഷണം ജസ്റ്റ് ഡയലിലേക്ക് എത്തി. ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളുടെ ലിസ്റ്റുണ്ട്. അതിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ഒറിജിനൽ ആണോ എന്ന് തിരക്കാനുള്ള ഒരു സിസ്റ്റം ഒന്നും ജസ്റ്റ് ഡയലിൽ ഇല്ല എന്ന് അവിടെ എത്തിയപ്പോഴാണ് പോലീസ് അറിയുന്നത്. അവിടെ വ്യാജ പേരിൽ, വ്യാജ പ്രൊഫൈലിൽ, വ്യാജ ടെലിഫോൺ നമ്പറിൽ ആർക്ക് വേണമെങ്കിലും അക്കൗണ്ട് തുടങ്ങി. ആ യാഥാർത്ഥ്യം മാത്രമാണ് പോലീസിന് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. വെബ്സൈറ്റിനെ ഫോളോ ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇനിയുള്ളത് വാട്സപ്പ് ചാറ്റാണ്. വാട്സപ്പ് ചാറ്റ് നടക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ടെലിഫോൺ നമ്പർ വേണം. സ്വാഭാവികമായിട്ട് പോലീസിന്റെ അന്വേഷണം ആ നമ്പറിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. അതൊരു BSNL നമ്പറാണ്. പോലീസ് ആ BSNL നമ്പറിനെ ഫോളോ ചെയ്ത് എത്തിയത് ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളിലേക്കാണ്. അയാളുടെ ID കാർഡ് ഉപയോഗിച്ച് ആരോ എടുത്തിരിക്കുന്ന ഒരു സിം കാർഡ് ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വാട്സപ്പാണ് അവിടെ ഉപയോഗപ്പെട്ടിരിക്കുന്നത്. ആരതിയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ആരോ ഒരു ടെലിഫോൺ നമ്പർ ഉപയോഗിച്ചിരിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണം ഏതാണ്ട് ഇടിച്ചു നിൽക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയും ബാങ്കിന്റെ ട്രാൻസാക്ഷൻ വഴിയും ബാങ്കിന്റെ KYC വഴിയുമുള്ള സകല അന്വേഷണങ്ങളുമാണ് ഇടിച്ചു നിൽക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ നബിയാൽ ശരിക്കും ടെൻസ്ഡാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്കൊരു മെസ്സേജ് വന്നു. പുള്ളിയുടെ അക്കൗണ്ടുമായി കണക്ട് ചെയ്തിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. ബാങ്കിന്റെ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജാണ്. ആ മെസ്സേജ് കണ്ടതും നബിയാലിന്റെ മനസ്സിൽ പെട്ടെന്നൊരു ആശയം ഉണ്ടായി. നബിയാൽ ഉടൻ തന്നെ ആ ബാങ്കിലേക്ക് വിളിച്ചു. നബിയാലിന് പരിചയമുള്ള ബാങ്ക് മാനേജറാണ്. അദ്ദേഹത്തോടായി നബിയാൽ ചോദിച്ചു, മിസ്റ്റർ പ്രദീപ്, നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ നൽകുന്ന ടെലിഫോൺ നമ്പർ പിന്നീട് മാറ്റാൻ പറ്റുമോ? നബിയാൽ അങ്ങനെ ചോദിക്കാനുള്ള കാരണം നബിയാൽ ആ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാനായി കൊടുത്ത ടെലിഫോൺ നമ്പർ പിന്നീട് ഒരിക്കൽ നബിയാൽ മാറ്റിയിട്ടുണ്ട്. അത് സത്യമായിട്ടും എല്ലാ കസ്റ്റമേഴ്സിനും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ് നബിയാൽ പ്രദീപിനോട് ആ കാര്യം തിരക്കിയത്. പ്രദീപ് നബിയാലിനോട് പറഞ്ഞു, മിസ്റ്റർ നബിയാൽ, അത് എളുപ്പം പറ്റുമല്ലോ. ആർക്ക് വേണമെങ്കിലും ആ ടെലിഫോൺ നമ്പർ മാറ്റാനുള്ള അപേക്ഷ ബാങ്കിൽ കൊടുക്കാം. അങ്ങനെ പലരും നമ്പർ മാറ്റാറുണ്ട്. അത് കേട്ടതും നബിയാലിന്റെ കണ്ണിൽ ഒരു തിളക്കമുണ്ടായി. നബിയാൽ ഉടൻ തന്നെ ആരതിയുടെ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ആ 6 ബാങ്കുകളെയും കോൺടാക്ട് ചെയ്തു. അവരോട് നബിയാൽ ആവശ്യപ്പെട്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. ആ 6 അക്കൗണ്ടുകളും തുടങ്ങിയതിന് ശേഷം ആ അക്കൗണ്ടുകളിലെ ടെലിഫോൺ നമ്പർ മാറ്റിയിട്ടുണ്ടോ എന്നതാണ് നബിയാലിന്റെ ചോദ്യം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞതും ആ 6 ബാങ്കിൽ നിന്നും നബിയാലിന് മറുപടി കിട്ടി. 6 ബാങ്കിലെയും ടെലിഫോൺ നമ്പറുകൾ അക്കൗണ്ട് തുടങ്ങിയതിനു ശേഷം മാറ്റിയിട്ടുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിന്റെ യഥാർത്ഥ ഉടമയുടെ ടെലിഫോൺ നമ്പർ മാറ്റി വേറെ നമ്പർ കൊടുത്തിരിക്കുകയാണ്. നബിയാലിന് ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ബാങ്കുകൾ ഉടൻ തന്നെ ആ മാറിയ ടെലിഫോൺ നമ്പറുകളും നബിയാലിനെ അറിയിച്ചു. ശരിക്കും ആ അന്വേഷണം തുടങ്ങിയതിനു ശേഷം നബിയാലും ടീമും ആദ്യമായി ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ടെലിഫോൺ നമ്പറുകളെ ടെലികോം കമ്പനികളുമായി കണക്ട് ചെയ്ത് ഒരു അന്വേഷണം നബിയാലും ടീമും നടത്തിയപ്പോൾ ആ 6 ടെലിഫോൺ നമ്പറുകളും വ്യാജ പേരിൽ എടുത്തിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ 6 നമ്പറുകളുടെയും കോൾ ഡേറ്റ റെക്കോർഡ് എടുത്ത നബിയാലും ടീമും ആ കോൾ ഡേറ്റ റെക്കോർഡുകൾ ഒന്ന് അരിച്ചു പറക്കി. ശരിക്കും ആരതിയെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ആ നമ്പർ ആരതിയെ കോണ്ടാക്ട് ചെയ്യാനല്ലാതെ വേറെ ഒരാവശ്യത്തിനും വിനിയോഗിച്ചിട്ടില്ലെങ്കിലും യാദൃശ്യവശാൽ ആ നമ്പറിൽ നിന്ന് ഒരു കോൾ മറ്റൊരു ഫോണിലേക്ക് പോയിട്ടുണ്ട്. ഒരേ ഒരു തവണ ആ കോൾ പോയ നമ്പർ ആ സൈബർ ടീം നോട്ട് ചെയ്തു. ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് അവരെടുത്തു.
അത് മിസോറാമിലുള്ള ഒരു പെൺകുട്ടിയുടെ നമ്പറാണ്. മിസോറാമിലെ ഒരു പെൺകുട്ടിയുടെ നമ്പറാണ് അതെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉടനെ മിസോറാമിലെ പോലീസ് ടീമിനെ വിവരം അറിയിച്ചു. ഡെറാഡൂൺ പോലീസിന്റെ നിർദ്ദേശപ്രകാരം മിസോറാമിലെ ആ പെൺകുട്ടിയുടെ കോൾ ഡേറ്റ റെക്കോർഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയ മിസോറാം പോലീസ് ആ റെക്കോർഡ് ഡെറാഡൂണിലെ പോലീസിന് അയച്ചു കൊടുത്തു. ആ റെക്കോർഡിനകത്ത് ചില നമ്പർ അവർ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ അവസാനം ആക്റ്റീവ് ആയത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്ന് മിസോറാമിലെ ആ പെൺകുട്ടിയെ ആരോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂര്, മിസോറാം, ഡെറാഡൂൺ, മുംബൈ പല സ്ഥലങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്ത് വരികയാണ്. നഭിയാലിനും ടീമിനും ആ നിമിഷത്തിലാണ് മറ്റൊരു നിർണായകമായ ഇൻഫർമേഷൻ കിട്ടിയത്. ആരതിയുടെ പണം ബാംഗ്ലൂരിലെ ATM നിന്ന് പിൻവലിക്കപ്പെട്ടു എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നഭിയാലിനും ടീമിനും കിട്ടിയത്. ആ ഇൻഫർമേഷന് പുറമെ അവർക്ക് ഒരു CCTV വിഷ്വലും കൂടി കിട്ടി. ഒരു ATM നിന്ന് ഏകദേശം ഒരു 6 അടിയോളം പൊക്കമുള്ള തൊപ്പി വെച്ചൊരു മനുഷ്യൻ പണം പിൻവലിച്ചുകൊണ്ട് പോകുന്നതാണ് ആ വിഷ്വലുള്ളത്. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാളൊരു ആഫ്രിക്കക്കാരനാണെന്ന്. നല്ല പൊക്കമുള്ള ആ മനുഷ്യന്റെ മുഖം CCTVയിൽ വ്യക്തമല്ല. അയാൾ തൊപ്പി ഒരു പ്രത്യേക ശൈലി വെച്ചിരിക്കുകയാണ്. ആ ATMനകത്ത് CCTV ക്യാമറ ഉണ്ടെന്ന് അറിയാവുന്ന അയാൾ CCTVയിൽ അയാളുടെ മുഖം പതിയാതിരിക്കാനായി ആ തൊപ്പി ആ ശൈലി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ആ വിഷ്വൽ ഉറപ്പാക്കുന്ന ഒരു കാര്യമുണ്ട്, അയാൾക്ക് ഏകദേശം 6 അടിയോളം പൊക്കമുണ്ടെന്ന്. നഭിയാലും ടീമും ആ വിഷ്വൽ വീണ്ടും വീണ്ടും കണ്ടു തുടങ്ങുകയാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻ ആ വിഷ്വലിൽ നിന്ന് കിട്ടുമോ എന്ന് അറിയാനാണ് അവർ വീണ്ടും വീണ്ടും ആ വിഷ്വൽ കാണുന്നത്. ആ വിഷ്വൽ വീണ്ടും വീണ്ടും കണ്ട നഭിയാലിന് ഒരു സംശയം, അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. നഭിയാൽ അയാളുടെ ടീം അംഗങ്ങളോട് പറഞ്ഞു അയാളുടെ ആ നടത്തം ഒന്ന് നോക്കി. അയാൾ ആ ATMനകത്തേക്ക് കയറുന്നതും ATM നിന്ന് പുറത്തേക്ക് പോകുന്നതും സൂക്ഷ്മമായ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ അവർക്ക് ഒരു കാര്യം കൂടി ബോധ്യമായി. ആ പൊക്കമുള്ള മനുഷ്യന്റെ ഇടത് കാലിന് ലേശ ഒരു പ്രശ്നമുണ്ട്. ആ കാല് ഒന്ന് മുടന്തിയാണ് അയാൾ നടക്കുന്നത്. കാലിൽ എന്തോ മുറിവോ ഒടിവോ ചതവോ ഉണ്ട്. ഒടിവോ ചതവോ മുറിവോ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ മനുഷ്യൻ ബാംഗ്ലൂരിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലോ നഴ്സിംഗ് ഹോമിലോ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ധാരണ ഉണ്ടായതും നഭിയാലും ടീമും ഡെറാഡൂണിൽ നിന്ന് നേരെ ബാംഗ്ലൂരിലെത്തി. ആ കൂട്ടത്തിലുള്ള 3 പേരെ ആ ATMന് സമീപത്തായി അവർ കാവലിട്ടു. ആ മനുഷ്യൻ ഉറപ്പായും ആ ATMൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടെന്ന് നഭിയാലിനും ടീമിനും അറിയാം. പക്ഷെ നഭിയാലിനും ടീമും ഏകദേശം 10 ദിവസത്തോളം ആ ATMന് കാവൽ നിന്നിട്ടും അവിടെ പണമെടുക്കാനായി ആ മനുഷ്യൻ വന്നതേയില്ല. ഈ സമയത്ത് നഭിയാലിനൊപ്പമുള്ള മറ്റ് ടീമംഗങ്ങൾ ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൈവശമുള്ള ആ CCTV വിഷ്വലിലെ ആ മനുഷ്യന്റെ ചിത്രം കാണിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് അവർ മൂവ് ചെയ്യണം. അനവധി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടും പോലീസിന് അവരാഗ്രഹിക്കുന്ന മറുപടി മാത്രം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫിസിയോതെറാപ്പി സെന്ററിൽ പോലീസ് എത്തുന്നത്. നഭിയാലും കൂടെയുണ്ട്. അവിടെയുള്ള ഡോക്ടർ ആ വീഡിയോ കണ്ടതും പറഞ്ഞു, ഇയാളെ ഞാൻ അറിയും, ഇയാള് ഇവിടെ വന്നിട്ടുണ്ട്, ഇയാളുടെ ഇടത് കാലിൽ ഒരു പ്രശ്നമുണ്ട്, ഇയാളുടെ ആ കുഴ ഒന്ന് തെറ്റിയിട്ടുണ്ട്, അത് ശരിയാക്കാനായി ഇവിടെ വന്നതാണ്. അത് കേട്ടതും നഭിയാൽ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ അയാള് ഏത് രാജ്യക്കാരാണെന്ന് അറിയോ? എനിക്ക് തോന്നുന്നത് അയാൾ കാമറൂണിൽ നിന്ന് വന്നതാണെന്നാണ്. കാമറൂൺ വംശജനാണ് അവിടെ വന്നതെന്ന് ഡോക്ടർ നഭിയാലിനോട് പറഞ്ഞു. ഡോക്ടർ കാമറൂണുകാരനാണെന്ന് എങ്ങനെ മനസ്സിലായി? ഞാൻ അയാളോട് അയാളെ കാല് പരിശോധിക്കുമ്പോൾ സംസാരിക്കാറുണ്ട്. ശരിക്കും അയാളോട് ഇങ്ങനെ അടുപ്പത്തോട് സംസാരിക്കുമ്പോൾ അയാൾ അറിയാതെ പറഞ്ഞതാണ് അയാൾ കാമറൂൺകാരനാണ്. കാമറൂൺകാരനാണ് അവിടെ വന്ന വ്യക്തി എന്ന് കേട്ടതും നഭിയാൽ ആ വിവരം ഡെറാഡൂണിലെ IT സെല്ലിനെ അറിയിച്ചു. ഡെറാഡൂണിലെ IT സെൽ ആ നിമിഷത്തിൽ തന്നെ ആ വിവരം ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളുമായി പങ്കുവച്ചു. കാമറൂണിൽ നിന്ന് അനവധി സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സകല സ്റ്റേറ്റുകളും കാമറൂൺ പാസ്പോർട്ടുള്ള ആളുകളെ ഒന്ന് ശ്രദ്ധിക്കുന്ന സമയമാണ്. ബാംഗ്ലൂരും അതുപോലെ തന്നെയാണ്. ബാംഗ്ലൂരിലെ SP നഭിയാലിൽ നിന്ന് വിവരം അറിഞ്ഞതും ഒരു ടീമിനെ നഭിയാൽ വിട്ടുകൊടുത്തു. കാമറൂണിൽ നിന്ന് വന്ന ആളുകൾ താമസിക്കുന്ന ഹോട്ടൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സഹായമാണ് ആ പോലീസ് നഭിയാലിന്റെ ടീമിന് കൊടുക്കുക. പറയുമ്പോൾ എളുപ്പമാണെങ്കിലും കാമറൂൺകാർ ഇന്ന ഹോട്ടലിൽ താമസിക്കുന്നു എന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. ബാംഗ്ലൂർ ഒരു വലിയ മെട്രോപൊളിറ്റൻ സിറ്റി പോലെ വളർന്നിരിക്കുന്ന സ്ഥലമാണ്. വൻ IT ഹബ്ബാണ് അവിടെ ഉള്ളത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആളുകൾ ഉള്ളതുപോലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവിടെ ആളുകളുണ്ട്. വിവിധ ഭാഷ സംസാരിക്കുന്ന,
വിവിധ ശൈലിയിലുള്ള ആളുകൾ ഇടകലർന്ന് താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് അതിനിടയിൽ നിന്ന് ഒരു കാമറൂൺകാരനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ലെങ്കിലും പോലീസ് നഫ്യാലിന്റെ ടീമിനൊപ്പം അങ്ങ് കൂടി. ഓരോ ലോഡ്ജുകളും ഹോട്ടലുകളും താമസ സ്ഥലങ്ങളും ചേരികളും ഒക്കെ അങ്ങനെ അരിച്ചു പറക്കിക്കൊണ്ട് ആ ടീം അങ്ങനെ മൂവ് ചെയ്യാണ്. ഈ സമയത്തും ആരതി ആ വാട്സപ്പ് ഓണാക്കി തന്നെ വെച്ചിരിക്കുകയാണ്. ആരതി പോലീസിനെ സമീപിച്ച കാര്യം ശ്വേത അറിയരുതെന്ന് നേരത്തെ തന്നെ നഫ്യാൽ ആരതിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരതി ശ്വേതയോട് ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ശ്വേത എന്ന പേരിൽ മിസോറാമിൽ നിന്ന് ആരതിയോട് ചാറ്റ് ചെയ്യുന്ന പെൺകുട്ടി അവളുടെ കോള് പോലീസ് നിരീക്ഷിക്കുന്ന കാര്യം അറിയാതെയാണ് ആരതിയോട് ചാറ്റ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ശ്വേതയുമായി ആരതി ആ ബന്ധം നിലനിർത്തുമ്പോൾ നഫ്യാലും അദ്ദേഹത്തോടൊപ്പമുള്ള ടീമും ബാംഗ്ലൂരിലെ ആ പ്രത്യേക പോലീസ് സംഘവും ഓരോ സ്ഥലങ്ങളായി അരിച്ചു പിറക്കി അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾ ആ വീഡിയോ കണ്ടിട്ട് പോലീസിനോട് പറഞ്ഞു, ഇയാള് അവിടെ അങ്ങ് അറ്റത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ശരിക്കും നിർണായകമായ ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടുകയാണ്. പോലീസ് ആ വീടങ്ങ് വളഞ്ഞു. നഫ്യാലും ടീമും സിവിൽ ഡ്രസ്സിലാണ്. ബാംഗ്ലൂർ പോലീസ് അവരുടെ യൂണിഫോമിലുമാണ്. ബാംഗ്ലൂർ പോലീസ് അല്പം മാറിയാണ് നിൽക്കുന്നത്. സിവിൽ ഡ്രസ്സിനുള്ള നഫ്യാൽ വീടിന്റെ ബെല്ലടിച്ചു. വാതിൽ തുറന്നത് നല്ല പൊക്കമുള്ള ഒരു മനുഷ്യനാണ്. ശരിക്കും 6 അടിയോളം പൊക്കമുള്ള ആ മനുഷ്യനെ കണ്ടതും നഫ്യാൽ അയാളോട് ചോദിച്ചു, ഏയ് നിങ്ങൾ ഡേവിഡ് അല്ലേ? അതെ, ഞാൻ ഡേവിഡാണ്. എന്താ വേണ്ടേ? മിസ്റ്റർ ഡേവിഡ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നഫ്യാൽ പെട്ടെന്ന് വീടിനകത്തേക്ക് കയറി. പെട്ടെന്ന് നഫ്യാൽ വീടിനകത്തേക്ക് കയറിയതും ആ 6 അടി പൊക്കമുള്ള മനുഷ്യൻ നഫ്യാലിനെ ഒന്ന് തടഞ്ഞു. ഏയ് എന്താ ഇത്? അങ്ങനെ അയാൾ ചോദിക്കുമ്പോഴേക്കും നഫ്യാലിനൊപ്പമുള്ള 2 പോലീസുകാരൂടി അകത്തേക്ക് കടന്നു. ഈ നിമിഷത്തിൽ ബാംഗ്ലൂർ പോലീസ് ആ ബിൽഡിംഗ് അങ്ങ് വളഞ്ഞു. യൂണിഫോമിലുള്ള പോലീസുകാർ വീടിന് ചുറ്റും വളഞ്ഞതും ഡേവിഡിന് കഥ മനസ്സിലായി. താൻ പിടിക്കപ്പെടുകയാണ്. അകത്തേക്ക് കിടന്ന നഫ്യാലും ടീമും ആ ബിൽഡിംഗ് അരിച്ചു പറക്കുമ്പോൾ അവർക്ക് അതിനകത്തുനിന്ന് അനവധി മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ്, സിം കാർഡുകൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കിട്ടി. അന്ന് തന്നെ അവർ ഡേവിഡിനെ ബാംഗ്ലൂരിലെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. അവിടുന്ന് ട്രാൻസിറ്റ് വാറന്റോടുകൂടി ട്രെയിനിൽ 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഡെറാഡൂണിലേക്ക് ഡേവിഡിനെ കൊണ്ടുവന്നു. ഈ സമയമായപ്പോൾ മിസോറാം പോലീസ് ശ്വേത എന്ന കള്ളപ്പേരിൽ ആരതിയോട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ അവിടെ നിന്ന് പോക്കി. അവളെയും ഡെറാഡൂണിൽ എത്തിച്ചു. ഡെറാഡൂണിൽ ആ 2 പേരെ എത്തിക്കുമ്പോൾ അവരുമായി കണക്ട് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലുള്ള പണം ബാങ്ക് ഫ്രീസ് ചെയ്തിരുന്നു. ആരതിയുടെ കയ്യിൽ നിന്ന് പറ്റിച്ച 63 ലക്ഷത്തിൽ 14 ലക്ഷത്തോളം രൂപ വിവിധ ബാങ്കുകളിലായിട്ട് ബാലൻസ് ഉണ്ടായിരുന്നു. അത് എടുക്കാനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടില്ല. ATM നിന്ന് കുറേശ്ശെ അവർക്ക് പണം എടുക്കാൻ പറ്റും. അവര് ATM എടുത്ത പണം അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഉപയോഗിച്ചത്. ഡാൻസ് ബാറിലും അല്ലാത്ത ബാറിലൊക്കെ ആ പണം അവർ പൊടിച്ചിട്ടുണ്ട്. അതിനു പുറമെ അവർ പണം ഉപയോഗിച്ചത് ഡ്രഗ്സ് വാങ്ങിക്കാനാണ്. ബാക്കി വന്ന പണം കാമറൂണിലെ അവരുടെ റിലേറ്റീവ്സിന്റെ കയ്യിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അതിന് ഹവാല രീതികളാണ് ഉപയോഗിക്കുന്നത്. ഡേവിഡിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നഫ്യാലും ടീമും കുറെ കാമറൂൺകാരെ ബാംഗ്ലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോക്കി. ശരിക്കും ബാംഗ്ലൂരിലും മിസോറാമിലും ഇരുന്നു കൊണ്ട് ഡെറാഡൂണിലുള്ള ഒരു സ്ത്രീയെ വളരെ വിദഗ്ധമായി അവർ പറ്റിക്കുകയായിരുന്നു. ആരതി റാവത്തുമായി കണക്ട് ചെയ്തുകൊണ്ട് തുടങ്ങിയ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. ഇതിനിടയിൽ ഡേവിഡുമായി ബന്ധപ്പെട്ട് മാത്രം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 30ആയി വളർന്നിട്ടുണ്ട്. 30 ആളുകളെ വിവിധ രീതിയിൽ ഡേവിഡ് കബളിപ്പിച്ചിട്ടുണ്ട്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഡേവിഡിനെ ചോദ്യം ചെയ്യുമ്പോൾ നഫ്യാലിനോട് ഡേവിഡ് പറഞ്ഞ രസകരമായ ഒരു മറുപടി ഉണ്ട്. ചെയ്യുന്നത് തെറ്റാണെന്ന് അയാൾക്ക് അറിയാം. പക്ഷെ ഏത് തെറ്റും ശിക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയിലെ നിയമം അനുസരിച്ചാണ്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു സാമ്പത്തിക കുറ്റത്തിന് പരമാവധി ശിക്ഷ 7-8 വർഷമാണ്. സാധാരണഗതിയിൽ 2 വർഷം കഴിയുമ്പോഴേ ജാമ്യം കിട്ടും. ജാമ്യം കിട്ടിയാൽ അയാൾ മുങ്ങും. ആ വ്യക്തത അയാൾക്കുണ്ട്. 2 കൊല്ലം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും ഈ ക്രിമിനൽ കുറ്റവുമായി മുന്നോട്ട് പോകാൻ പറ്റും. അതിന് പറ്റിയ ഒരു കാലാവസ്ഥയും അതിന് പറ്റിയ ഭരണകൂടങ്ങളും സൗകര്യങ്ങളൊക്കെയാണ് ഇന്ത്യയിലുള്ളതെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഡേവിഡുമാർ കാമറൂണിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അവർ വരുമ്പോൾ സ്വാഭാവികമായി പുതിയ കഥകളുണ്ടാവും. ആ കഥകൾ പറയാൻ ഞാനുമുണ്ട്, കേൾക്കാൻ നിങ്ങളുമുണ്ട്. പക്ഷേ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായും ഒരു കാര്യം ഉറപ്പാക്കണം, ഇത്തരത്തിൽ പറ്റിക്കപ്പെടാൻ വളരെ എളുപ്പമാണ്. ഒരു കാരണവശാലും വെരിഫൈ ചെയ്യാത്ത ഒരു അക്കൗണ്ടിലേക്കും ഒരു സിംഗിൾ രൂപ പോലും അയച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ.
നമ്മളെ പറ്റിക്കാനായി ചുറ്റും വലകളുമായി വ്യക്തികളും സ്ഥാപനങ്ങളും കാത്തിരിക്കുകയാണ്. ആ പറ്റിപ്പിലേക്ക് നമ്മൾ വീഴാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ പട്ടിക്കുട്ടിയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.